ഞാൻ ഭാവനയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ശ്രുതി സുന്ദറിന്റെ വീഡിയോക്ക് ഒരു ഇൻട്രോ പറയാൻ സാധിക്കുന്നത്. വളവള ഒക്കെ എത്ര നേരം സഹിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ പറയണമെന്ന് പോലും അറിഞ്ഞൂടെ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് വ്ളോഗ് എടുക്കാനൊന്നും അറിയില്ല. തുടക്കക്കാരി മാത്രം. പ്ലീസ് പ്ലീസ്. ഇപ്പം ഇതെല്ലാം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇപ്പം ഉറങ്ങുന്ന സമയമായിരിക്കും. ഒന്ന് വിളിച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചോദിച്ചോ. ഹലോ, എന്ത് ചെയ്യുവാ? ആണോ? എന്നാ ഐ ലവ് യു. ഔട്ട്ഫിറ്റ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇന്ന് വന്നില്ലല്ലോ, മിസ് ചെയ്യുന്നുണ്ടോ അമ്മേനെ? മൈൻഡ് വോയിസ് ഞാൻ പറയട്ടെ, നല്ല സമാധാനം ഉണ്ട് എന്നാണോ? അമ്മ ഇത് കാണും, ബ്ലോഗ് കാണുവേ. ഒരു സമാധാനമില്ല. അപ്പൊ നമുക്ക് ഇന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോകാനുണ്ട്. എവിടെയാന്ന് അറിയണോ? നമുക്ക് ഹോസ്പിറ്റൽ പോകാനുള്ള ഡേറ്റ് ആണ്. ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ എന്ത് വീഡിയോ എടുക്കണം എന്ന് ഇങ്ങനെ ഓർത്ത് ഇരിക്കുന്ന സമയത്താണെന്ന് വെച്ചാൽ ഇന്ന് പോകുന്ന ഒരു വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമുക്കൊന്ന് റെഡി ആവാം. ഓക്കെ. ഹലോ ഗീസ്, അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലാണ് പോകുന്നത്. അതുകൊണ്ട് വലിയ മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. നമ്മൾ സ്കിന്ന് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ പുറത്ത് പോയാലും നമ്മൾ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ നമ്മൾ മറക്കരുത് കേട്ടോ. എത്ര പേര് കാണുമെന്ന് പോലും എനിക്ക് അറിഞ്ഞു. എന്നാലും യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ഇടണമല്ലോ എന്ന് വിചാരിച്ച് മാത്രം ഞാൻ വിചാരിച്ച് എന്നാൽ കുറച്ച് ലോങ് വീഡിയോസൊക്കെ എടുത്ത് വെച്ചേക്കാം. എനിക്ക് തന്നെ ചിന്തിച്ച് ഭ്രാന്ത് വരുവാണ്. എന്തോ ഇടും, എന്ത് ലോങ് വീഡിയോസ് ഇടും. എനിക്ക് ആകെപ്പാട് അറിയാനുള്ളത് പാട്ട് പാടാൻ അറിയാം, മിമിക്രി ചെയ്യാനറിയാം, സംസാരിക്കാനറിയാം, ആങ്കർ ചെയ്യാനറിയാം, അപ്പോൾ അങ്ങനത്തെ വഴക്കുണ്ടാക്കാനറിയാം, അങ്ങനത്തെ കരയാനറിയാം. പോകെ ഞാൻ ശരിയാകുമായിരിക്കും. ഈ കൊച്ചു ജനിച്ചത് കൊച്ചിനെ വെച്ചിട്ട് വേണം എനിക്ക് വീഡിയോസ് ഉണ്ടാക്കാൻ. ലിപ് ബാം ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് വൈബയുടെ വെൽവെറ്റ് മോസ് ലിപ്സ്റ്റിക്കാണ്. ബഡാസ് ബെറി എന്നാണ് ഷെയ്ഡിൻ്റെ പേര്. റീസെൻ്റ്ലി എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഇത്രയും വെട്ടം ഉണ്ടായിരുന്നിട്ടാണ് ഇരുട്ടി കിടന്ന് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആയി, അമ്മയായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ കെയർ ചെയ്യാതെ നടക്കരുത്. നമ്മൾ ഒരുങ്ങാതെ അവർ ആക്രി ലുക്കിലോ നടക്കാൻ പാടില്ല ഗൈസ്. ഈ പറയുന്ന ഞാൻ ഇനി കൊച്ചു വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പം ഞാൻ എവിടെ പോയാലും മാക്സിമം നമ്മളുടെ സാറ്റിസ്ഫാക്ഷനാണ് ആരും. മതിയല്ലേ, കൂടുതൽ ആഡംബരം വേണ്ടല്ലോ. നമ്മൾ ഹോസ്പിറ്റലിലാണ് പോകുന്നത്. റെഡിയായി. ഇന്ന് അമ്മ ഓഫീസിൽ പോയി. അപ്പം എൻ്റെ കൂടെ വരുന്നത് എൻ്റെ ഡാഡിയാണ്. അപ്പം അച്ഛൻ ഇതുമായിട്ട് ഇറങ്ങിയിട്ടില്ല. ഇനി ഫുള്ളി റെഡി ആവണം, നമുക്ക് പോകണം. ഔട്ട്ഫിറ്റ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് ഞാൻ സിവ മെറ്റർണിറ്റി വെയറിൽ നിന്ന് മേടിച്ചതാണ്. നല്ല കംഫർട്ടബിളാണ് ഇടാൻ, ഭയങ്കര ഇലാസ്റ്റിക് ആണ്. നമുക്ക് ആഫ്റ്റർ ഡെലിവറി ആണെങ്കിലും ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണ്. ഒരു മെയിൻ കാര്യം മറന്നു പോയിട്ടോ. യെസ്, പക്ഷെ കല്യാണത്തിന് ശേഷവും കല്യാണം കഴിയാൻ പോകുന്ന സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു, ഞാൻ എല്ലാവരെയും പോലെയൊന്നും അല്ല, ഞാൻ ഡെയിലി കുങ്കുമം ഇടും, എനിക്കതാണ് ഇഷ്ടം, നമ്മൾ അങ്ങനെ വേണ്ടേ, ഞാൻ മറ്റേ പെൺകുട്ടികളെ പോലെ അല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ശുഷ്കാന്തി. പിന്നെ ഇടാൻ മറക്കുന്നത് കൊണ്ട് ഹസ്ബൻഡ് എപ്പോഴും കളിയാക്കും. എന്നാലും ഇടുമ്പോൾ ഒരു ഐശ്വര്യമാണ്, എനിക്ക് ഇഷ്ടമാണ്. വിട്ടു പോകുന്ന മറന്നു പോകുന്നതുകൊണ്ടാണ് കൈസ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് കുങ്കുമം ഇടാൻ മറക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ എൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക. തെറി വിളിക്കണമെന്ന് തോന്നിയാൽ വിളിക്കുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക, കുറ്റം ഉണ്ടെങ്കിൽ പറഞ്ഞുതരിക, എല്ലാം പറയാം, എല്ലാം കേൾക്കാം കേട്ടോ. നിങ്ങൾ കുറച്ചും കൂടി നമ്മൾ തമ്മിൽ ഇൻട്രാക്ഷൻ കൂടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാനിപ്പോൾ ഒരു തുടക്കക്കാരി ആയിട്ടേ ഉള്ളൂ, എനിക്ക് വലിയൊരു യൂട്യൂബർ കൂടി ആകണം എന്നൊരാഗ്രഹമുണ്ട്. പിന്നെ December 8 നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്.
ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ December 8 വെഡിങ് ആനിവേഴ്സറി അതുപോലെ അല്ലെങ്കിൽ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് അതും കൂടി കമന്റ് സെക്ഷനിൽ പറയണേ. ഭാവനയുടെ സൗണ്ടിൽ ഒന്ന് ഇൻട്രോ പറഞ്ഞു നോക്കിയാലോ? കുറെ നാളായി മിമിക്രി ചെയ്തിട്ട്, ഐ മീൻ ഭാവനയുടെ സൗണ്ടൊക്കെ എടുത്തിട്ട് നോക്കാവേ. ഞാൻ ഭാവനയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ശ്രുതി സുന്ദറിന്റെ വീഡിയോക്ക് ഒരു ഇൻട്രോ പറയാൻ സാധിക്കുന്നതിൽ. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അടസാബാനെ നിനക്ക് ഇഷ്ടമാണോ എന്തോ എന്റെ നോട്ടത്തിലും ഭാഗത്തിലൊക്കെ എന്തൊരു സ്പാർക്കുള്ള പോലെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു വോയിസ് ഉണ്ടേ. ഇതും ആരാന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. അങ്കിളല്ലേ പറഞ്ഞ എന്നെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് എന്നിട്ടിപ്പോ കള്ളം പറയാ. ഈ കള്ളം പറഞ്ഞ കണ്ണ് പൊട്ടു മാറിയപ്പോ എനിക്കൊരു കിളീനെ പിടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാരും കമന്റ് ചെയ്യണേ. ഒരാളുടെ വോയിസ് കൂടെ പറയാം, അത് ആരാന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളവരെ കാണുമ്പോ അടി വീട്ടില് മഞ്ഞ ഒന്നും സുഖമെന്ന് പറയണ എന്താ പേര് പറഞ്ഞേ? യാഡ്ലി കാണുമ്പോ ഇല്ല വെള്ളം നിറച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാൻ ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് എടുത്ത് വെക്കണം. അവിടെ പോകുമ്പോൾ എനിക്ക് എന്തായാലും വിശക്കും. അപ്പം അതെടുത്ത് വെച്ചിട്ട് ഒന്ന് പാക്ക് ചെയ്ത് പിന്നെ നമ്മുടെ ഫയലൊക്കെ എടുക്കണം. റിപ്പോർട്ട്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് വെച്ച് കുറച്ചും കൂടെ ഒന്ന് റെഡി ആവാനുണ്ട്. എല്ലാം എടുത്തിട്ട് പോകുമ്പോൾ കാണാം കേട്ടോ. അപ്പം ഇതെല്ലാം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇപ്പം ഉറങ്ങുന്ന സമയമായിരിക്കും. ഒന്ന് വിളിച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് ഇതുപോലെ ചോദിച്ചു നോക്കാം. നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തെറിവിളി കേട്ട് നോക്കാവേ. ഹലോ, എന്ത് ചെയ്യുവാ? ആണോ? എന്നാ ഐ ലവ് യു. ഇതെന്ത് മറിമായും? താങ്ക് യു. ഞാൻ ഹോസ്പിറ്റലിൽ പോവാണേ. ചെക്കപ്പ് കഴിച്ചില്ലേ രാവിലെ? ശരി ഉറങ്ങിക്കാം. പോയിട്ട് വരാവേ. എന്തോ നിങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇല്ലെങ്കിൽ നല്ല മൂഡിലല്ലെങ്കിൽ ഉറക്കത്തിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയും. പാവം ഐ എം സോ ഹാപ്പി. അമ്മ ഓഫീസിൽ പോയോണ്ടൊരു വിഷമമുണ്ട്. എല്ലാ ചെക്കപ്പിനും അമ്മേന്റെ കൂടെ വരുന്നതാണ്. ഒന്നും അറിയണ്ട, എല്ലാം അമ്മയും അപ്പയും കൂടെ തന്നെ എല്ലാം എടുത്ത് വെക്കും. അപ്പൊ ഇന്ന് ഞാനായിട്ട് കുറച്ച് സാധനങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ട് എടുത്ത് വെക്കണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ. അച്ഛൻ ഇറങ്ങി കേട്ടോ, നമുക്ക് പോവാം. അപ്പൊ നമ്മൾ ഇറങ്ങി ഗൈസ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ കൂടെ ഉള്ള ലൈഫ് എങ്ങനെ ഉണ്ട്? സൂപ്പർ, താങ്ക് യു. അപ്പൊ ഞാൻ നല്ല മോളാണോ? ശരിക്കും മോളൊക്കെ തന്നെ ഒരിതില്ലല്ലേ? സാധാരണ എല്ലാ ചെക്കപ്പിനും അമ്മ നമ്മുടെ കൂടെ വരണല്ലേ. ഇന്ന് വന്നില്ലല്ലോ. മിസ് ചെയ്യുന്നുണ്ടോ അമ്മേനെ? മൈൻഡ് വോയിസ് ഞാൻ പറയട്ടെ, നല്ല സമാധാനമുണ്ട് എന്നാണോ? അമ്മ ഇത് കാണും, വ്ലോഗ് കാണുവേ. ഒരു സമാധാനമില്ല. കള്ളൻ കേട്ടോ അമ്മ ഇല്ലാതുകൊണ്ട് അപ്പൊ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. സ്വരനിശ്വാസമായൻ ഗാനം ഒരു നക്ഷത്രമനമിന്നു മകളെ വിടുന്നിതാ. സ്വയംവര ചന്ദ്രികേ സ്വർണ്ണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ? പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ? കുഞ്ചും കിളി തിന്നലേ നെഞ്ചിൻ കിളി കുഞ്ചലേ മെല്ലയൊന്നു ചെന്ന് പറയാമോ? കാതിൽ വിടരും കിനാവിൻ പരിഭവങ്ങളിൽ. ഈ പാട്ട് ഇഷ്ടാണോ? അങ്ങനെ പാടി നമ്മൾ നമ്മളുടെ ഹോസ്പിറ്റലിൽ എത്തിയേ. അങ്ങനെ നമ്മൾ
അപ്പോയിൻമെൻ്റ് എടുത്തു. അതിനുശേഷം വെയിറ്റും BP ഒക്കെ ചെക്ക് ചെയ്തു. ഇന്ന് ഹോസ്പിറ്റലിൽ നല്ലൊരു റഷ് ഡേ ആയിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഡോക്ടറിനെ കണ്ടു ഇറങ്ങി. ചെക്കപ്പ് കഴിഞ്ഞു. കിഡ് ഓക്കെയാണ്, അതുകൊണ്ട് ഞാനും ഹാപ്പിയാണ്, സമാധാനമൊക്കെ ഉണ്ട്. കള്ളി നിനക്ക് അവിടെ ഇരുന്നൂടെ? നിങ്ങളല്ലേ വിളിക്കാൻ വന്നത്? ഞാൻ നീയല്ലേ പറഞ്ഞ 1:00 വിളിക്കാൻ വരണം, ബാക്കി 0 അവറാണ്, പ്രാക്ടീസ് ആണ്. അവിടെ മര്യാദയ്ക്ക് ഒരു സിനിമയും കണ്ടിരിക്കുന്നു. സിനിമ സ്കൂളില്ല, അവിടെ മറ്റേ ഇതുണ്ടല്ലോ. AV റൂമില്. അപ്പൊ നീ പൊക്കോ, ഞങ്ങള് പൊക്കോളാം. പിന്നെ ശ്രേയനെ അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം, ഇതെന്റെ സ്വന്തം അനിയത്തിയാണ്. സ്വന്തം വാടകയ്ക്കെടുത്തല്ല, എന്റെ സ്വന്തം. അല്ലേ? നീ അഭിമാനിക്കടി എന്നെ പോലെ ഒരു നല്ല ചേച്ചീനെ കിട്ടിയല്. നിന്റെ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ എന്നെ അറിയാമോ? അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. നിനക്ക് മാത്രം തന്നെ എന്നെ ഒരു വിലയില്ല. എല്ലാരും തിരക്കിന്ന് പറയണം. ഐസ്ക്രീം വാങ്ങിച്ചറിഞ്ഞില്ല, അവിടെ വണ്ടി ഒതുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫോട്ടോഷൂട്ടിന് ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഗൗണാണ്, ഞാനതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. കിട്ടി ഗൈസ്, കിട്ടി.